ചാമ്പ്യൻസ് ലീഗ് എന്ന് കേട്ടാൽ റിയൽ മാഡ്രിഡിന് ഹാലിളകും. കാരണം ചാമ്പ്യൻസ് ലീഗിൻ്റെ രാജാക്കന്മാർ റിയൽ മാഡ്രിഡ് ആണല്ലോ. ഇന്നും അതുതന്നെ സംഭവിച്ചു. മത്സരത്തിൻ്റെ അവസാന നിമിഷം ആരാധകർ വരെ തോൽവി ഏറ്റുവാങ്ങി ഗാലറി വിട്ടു തുടങ്ങിയിരുന്നു. എന്നാൽ 88 മിനിറ്റ് വരെ 1-0 പിന്നിലായി, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സ്കോറിൽ 3-2 പിന്നിലായി നിൽക്കുന്ന റയൽ മാഡ്രിഡാണ് 91 മിനിറ്റ് ആയപ്പോഴേക്കും 2-1 എന്ന സ്കോറിന് മുന്നിലായി അഗ്രിഗേറ്റ് സ്കോറിൽ 4-3 എന്ന സ്കോർ പദമുറപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് വീണ്ടും ബർത്തുറപ്പിച്ചത്. ആദ്യ പാദത്തിൽ 2-2 സമനിലയിൽ പിരിഞ്ഞ ഈ മത്സരത്തിൽ രണ്ടാം പാദം ഏറെ നിർണായകമായിരുന്നു ഇരു ടീമുകൾക്കും. എന്നാൽ മത്സരത്തിൻ്റെ 68 മിനിറ്റിൽ ഡേവിസ് നേടിയ ഗോളിലൂടെ ബയൺ മുന്നിലെത്തുന്നു. എന്നാൽ റയലാണ് തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. 88 മിനിറ്റ് വരെ റയലിന് തിരിച്ചടിക്കാനായില്ല. 88 മിനിറ്റിൽ അവരുടെ മാജിക്കുകാരനായി അവതരിച്ചത് ജൊസലു ആയിരുന്നു. 88 മിനിറ്റിലും 91 മിനിറ്റിലും വലകുലുക്കി റയൽ മാഡ്രിഡിനെ ഇരുപാതകളിലുമായി 4-3 എന്ന അഗ്രിഗേറ്റ് സ്കോറിലൂടെ ഫൈനൽ ബർത്തുറപ്പിക്കാനായി. ഇരട്ട ഗോളുമായി ജൊസലു മിന്നിത്തിളങ്ങിയെങ്കിലും കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനീഷ്യസ് ജൂനിയറെയായിരുന്നു. മിന്നുന്ന പ്രകടനമാണ് വിനീഷ്യസ് ജൂനിയർ മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ.